Web programming using PHP. PHP 4th module part 3. Advanced PHP. ഈ മൊഡ്യൂളിലെ സ്ട്രിംഗ് ഫങ്ഷൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ വീഡിയോയിൽ. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അഡ്വാൻസ്ഡ് PHP ഫങ്ഷൻസ്. PHP-ൽ 3 അഡ്വാൻസ്ഡ് ഫങ്ഷൻസ് അവൈലബിൾ ആണ്. ഹെഡർ, കുക്കി, സെഷൻ. ഇതിൽ ഹെഡർ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹെഡേഴ്സ് ആർ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ. കുറച്ച് ഡാറ്റ ഉണ്ടായിരിക്കാം. എങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന കണ്ടന്റ് ഹെഡേഴ്സിൽ ഉണ്ടാവും. സെൻഡ് ഇറ്റ് ടു കമ്പ്യൂട്ടറിലോട്ടാണ് സെൻഡ് ചെയ്യുക. ആരാണ് യൂസർ വർക്ക് ചെയ്യുന്നത്, ആരാണ് ക്ലയന്റ് വർക്ക് ചെയ്യുന്നത്, ആ മെഷീനിലോട്ട് സെൻഡ് ചെയ്യും. ബിഫോർ എനിത്തിങ് എൽസ് ലൈക്ക് എ വെബ് പേജ് സെൻഡ് ടു യൂസർ. കണ്ടന്റ് ലോഡ് ചെയ്യുന്ന മുൻപായിട്ട് ആ വെബ് പേജിലോട്ട് കുറച്ച് ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ പാസ് ചെയ്യും. സോ ഒരു യൂസർ ഒരു വെബ് പേജ് ലോഡ് ചെയ്യാണ്. അതായത് വെബ് പേജ് ക്ലിക്ക് ചെയ്യാം. അത് URL ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡ് ചെയ്ത് വരും. അപ്പൊ ആ യൂസർക്ക് ആ പേജ് ലോഡ് ചെയ്ത് വരുന്നതിന് മുൻപായിട്ട് കുറച്ച് ഇൻഫർമേഷൻ അതുവഴി നമുക്ക് പാസ് ചെയ്യാം. അതാണ് ഒരു എക്സിക്യൂഷൻ പറയാം, എനിത്തിങ് ബിഫോർ എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞത്. വേറെ ഒന്നും റൺ ചെയ്യുന്നതിന് മുൻപായിട്ട്, അപ്പൊ യൂസർ ആ വെബ് പേജ് കാണുന്നതിന് മുൻപായിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഹെഡേഴ്സിൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു 6 ടൈപ്സ് ഹെഡേഴ്സ് പറയുന്നുണ്ട്. ഹെഡർ ലൊക്കേഷൻ, ഹെഡർ റീഫ്രഷ്, ഹെഡർ കണ്ടന്റ് ടൈപ്പ്, ഹെഡർ കണ്ടന്റ് ഡിസ്പോസിഷൻ, ഹെഡർ ക്യാഷ് കൺട്രോൾ, ഹെഡർ എക്സ്പയേഴ്സ്. ഇത്രയും ഫങ്ഷൻസ് ആണ് ഹെഡേഴ്സിന്റെ സബ് ആയിട്ടാണ് പഠിക്കുന്നത്. ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഹെഡർ ലൊക്കേഷൻ. When we have an old page bookmarked, we can send them into new location automatically when they try to load the web page. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് ഒരു വെബ് പേജിൽ അവരെ URL ചേഞ്ച് ചെയ്തു. അപ്പൊ നമ്മൾ ഓൾറെഡി സ്ഥിരമായിട്ട് നോക്കുന്ന ഒരു വെബ് പേജ് നമുക്ക് സേവ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാൻ തന്നെ എന്റെ ലാപ്ടോപ്പിൽ ചെയ്യുന്നതാണ്. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഞാൻ നോട്ടിഫിക്കേഷൻ, എക്സാമിനേഷൻ, റിസൾട്ട്, ഇങ്ങനെ 3 പേജ് ഞാൻ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വിചാരിക്കാം. അപ്പൊ ഈ ബുക്ക് മാർക്ക് ഇല്ല കണ്ടന്റ് എപ്പോഴും ഞാൻ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ, വെബ് ബ്രൗസർ ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആ പേജിലോട്ട് റീഡയറക്ട് ചെയ്യും. അപ്പൊ ആ പേജിന്റെ URL ആ ഡെവലപ്പർ അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തവർ എന്ത് ചെയ്തു, അത് ചേഞ്ച് വന്നിട്ടുണ്ട് വിചാരിക്കും, ചേഞ്ച് ആക്കിന്റെ URL. അപ്പൊ ഞാൻ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു വെബ് പേജ് പിന്നെ ഓപ്പൺ ആകുമ്പോൾ കിട്ടില്ല. ഓക്കെ, ഇൻ കേസ് അങ്ങനെ വന്ന് ആരെങ്കിലും ആ പേജ് ബുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കറന്റ് പേജ് ആ URL ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ന്യൂ ലൊക്കേഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. അതിന് വേണ്ട കണ്ടന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടന്റ് ചേഞ്ച് ചെയ്യും. അപ്പൊ ബുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഓട്ടോമാറ്റിക് ചേഞ്ച് ചെയ്യും. വേറൊരു എക്സാമ്പിൾ എല്ലാവരും കാണുന്ന കോമൺ എക്സാമ്പിൾ പറയാം. ഇപ്പൊ google.com നമ്മൾ ടൈപ്പ് ചെയ്യാറ് google.com, പക്ഷെ റിട്രീവ് ചെയ്ത് വരുമ്പോൾ google.co.in വരാറ് അല്ലെ. അത് നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് സെർച്ച് ചെയ്യുന്നത് എങ്കിൽ .co.in വരണം എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹെഡർ ലൊക്കേഷനിൽ കാണാൻ പറ്റും. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് കറന്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ നോക്കിയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ലൊക്കേഷനിക്ക് റീഡയറക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പല വെബ്സൈറ്റും നിങ്ങൾ ഫിലിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ലിങ്ക് കാണും, ഡൗൺലോഡ് ആ ലിങ്ക് കാണും. അതാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം ഒരു URL വരും അല്ലെ. ആ URL ലോഡ് ചെയ്യുന്ന മുമ്പായിട്ട് തന്നെ വേറൊരു URLിലേക്ക് പോകും. അത് ലോഡ് ചെയ്യുമ്പോൾ വേറൊരു URL. ഇതൊക്കെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും, ആഡ് വരാൻ വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ പേജ് കണ്ടന്റ് ലോഡ് ചെയ്യുന്ന മുൻപായിട്ട് ആ കറന്റ് വെബ് പേജ് വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനൊക്കെ ചേഞ്ച് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് ഹെഡർ ലൊക്കേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, പ്രോഗ്രാം ചെയ്ത് നോക്കാം, മനസ്സിലാവും. എക്സിക്യൂട്ട് ചെയ്താൽ പ്രോഗ്രാം നോക്കാം. ഓക്കെ, ഇവിടെ ഒരു പ്രോഗ്രാം ഹെഡർ ടൈറ്റിൽ ഹെഡർ ഫംഗ്ഷൻ ഒരു PHP കോഡ് തന്നെ ഹെഡർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. ലൊക്കേഷൻ www.google.com google.com എന്ന സൈറ്റിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ കോഡ് ഇതാണ്. ഹെഡർ സിംഗിൾ കോട്ടിൽ ലൊക്കേഷൻ ഡബിൾ കോട്ട്സ് കൊടുക്കുക, സോറി കോളൻ ആക്കി കൊടുക്കുക. ശേഷം http:// ഇട്ട് കൊടുക്കുക. http കൊടുക്കട്ടെ, പ്രോട്ടോകോൾ വേണേ http കണ്ടന്റ്. അപ്പോൾ ഓട്ടോമാറ്റിക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, google.com എന്നുള്ള സൈറ്റിലോട്ട് പോകും. നമ്മൾ ഈ ഒരു പേജാണ് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, location.php എന്ന് പറഞ്ഞ പേജാണ് റൺ ചെയ്യാൻ പോകുന്നത്. ഇത് റൺ ചെയ്യുമ്പോൾ ആക്ച്വലി ആ പേജിൽ എന്താ ഉള്ളത്, ഇത് വർക്ക് ചെയ്യുന്ന എവിടെയാണ്, ഹെഡിലുള്ളത്. ഓക്കെ, ഹെഡർ എപ്പോഴും എവിടെ സ്റ്റോർ ചെയ്ത ഹെഡിലാണ്. ബോർഡിന്റെ അകത്ത് കൊടുത്ത് എന്താ വർക്ക് ചെയ്യുക, പേജ് ലോഡ് ചെയ്ത് വന്നിട്ടേ വർക്ക് ചെയ്യുള്ളൂ. ഹെഡ് ടാഗിന്റെ അകത്താണ് എന്ത് കൊടുക്കേണ്ടത്, ഹെഡർ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ PHP കൂടെ എവിടെ എഴുതണം, ഈ ഹെഡ് എന്ന് പറഞ്ഞ ടാഗിന്റെ അകത്ത് ഹെഡർ എഴുതണം. ഓക്കെ, ബോഡി ടാഗിന്റെ അകത്ത് എന്താ ഉള്ളത്, എക്കോ ഹലോ. അപ്പൊ നമ്മൾ ആ പേജ് റൺ ചെയ്യുമ്പോൾ ഹലോ എന്ന് പ്രിന്റ് ചെയ്ത് വരണം അല്ലെ. ആ പ്രിന്റ് ചെയ്ത് വരുന്ന മുൻപായിട്ട് എങ്ങോട്ട് പോകും, ഈ google.com സൈറ്റിലോട്ടാണ് പോവുക. റൺ ചെയ്ത് നോക്കാം. എങ്ങനെയാ റൺ ചെയ്യുക, ലോക്കൽ ഹോസ്റ്റ്, നമ്മുടെ ഫയൽ എവിടെയാണ്, ഫയൽ ലൊക്കേഷൻ, അഡ്വാൻസ്ഡ് PHP ഫങ്ഷൻസ്, ഹെഡേഴ്സ്, അതിൽ കൊടുത്തിട്ടുണ്ട് ഏതാ, location.php എന്ന ഫയലാണ്. ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹലോ എന്ന് പ്രിന്റ് ചെയ്ത് വരണം, പക്ഷെ വരുന്നില്ല. എങ്ങോട്ടാ പോയത്, google.com സൈറ്റിലോട്ടാ പോയത്. ഓക്കെ, അപ്പൊ ഗൂഗിളിന്റെ സൈറ്റിലോട്ട് പോകാൻ കാരണം നമ്മൾ അവിടെ റീഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വേർഡ് ഇല്ല എങ്കിൽ കറക്റ്റ് ആയിട്ട് എന്ത് വരും, ഹലോ എന്ന് പറഞ്ഞ ആ ഒരു ടെക്സ്റ്റ് അവിടെ പ്രിന്റ് ചെയ്ത് വരുന്ന ആ പേജിലൂടെ
ഈ പേജ് ലോഡ് ചെയ്യുന്ന മുൻപായിട്ട് എന്ത് വർക്ക് ചെയ്തു? ഇത് വർക്ക് ചെയ്യും. അപ്പൊ ഹെഡ് ടാഗിന്റെ അകത്ത് നമ്മൾ ഹെഡർ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതാണ് എക്സിക്യൂട്ട് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഈ ബോഡി ടാഗ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഹെഡർ റീഫ്രഷ്. റീഡയറക്റ്റിംഗ് എ യൂസർ ടു അനദർ പേജ് ആഫ്റ്റർ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. കുറച്ച് സമയത്തിന് ശേഷം കറന്റ് വെബ് പേജിൽ നിന്ന് വേറൊരു പേജിലോട്ട് റീഡയറക്ട് ചെയ്യാൻ ആ ഒരു കൺസെപ്റ്റ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇതിന് ടൈം നമ്മൾ സെറ്റ് ചെയ്യണം. വലിയ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് ടൈം നമ്മൾ സെക്കൻഡ്സിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോൾ നമ്മൾ ആമസോണിലെ സൈറ്റിൽ ഷോപ്പിംഗ് നടത്തിയതിന് ബാങ്ക് സൈറ്റിൽ ഓപ്പൺ ചെയ്തു, ക്ലിക്ക് ചെയ്യുമ്പോൾ ബാങ്കിന്റെ സൈറ്റിലോട്ട് പോകും. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വരും. എന്നിട്ട് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? പഴയ വിൻഡോയിലോട്ട് തന്നെ വരും. നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ചെയ്ത് തരും. ആ ഒരു കൺസെപ്റ്റ് ആണ് റീഫ്രഷ് എന്ന് പറയുന്ന കണ്ടന്റ് വരുന്നത്. റീഡയറക്ട് ടു അനദർ വെബ് പേജ് ആഫ്റ്റർ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. നോക്കാം, കോഡ് നോക്കാം. ഇവിടെ കോഡ് PHP ഹെഡ് ടാഗിന്റെ അകത്താണ് ഇത് വരുന്നത്. കണ്ടോ, ഹെഡ് ടാഗിന്റെ അകത്ത് ഹെഡർ കൊടുക്കുക, റീഫ്രഷ് കോളൻ 5 സെമി കോളൻ. എങ്ങോട്ടാണ് പോകേണ്ടത്? URL കൊടുക്കുക, google.com. അപ്പൊ ഈ ഒരു കറന്റ് പേജ് ഇവിടെ ലോഡ് ചെയ്യും. ഓക്കെ, ആ ലോഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? ഇവരെ യു വിൽ ബി റീഡയറക്ട് ടു ഗൂഗിൾ ഇൻ 5 സെക്കൻഡ്സ് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇത് ഹെഡ് ടാഗിന്റെ അകത്ത് ആയതുകൊണ്ട് ഇതാണ് ആദ്യം ലോഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലോഡ്. ഹലോ അപ്പോഴും കാണില്ല. ഇത് വർക്ക് ചെയ്യുക, യു വിൽ ബി ഡയറക്ട് ടു ഗൂഗിൾ 5 സെക്കൻഡ്സ്. ഇതാണ് കാണും. ഇത് കണ്ട ശേഷം 5 സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗൂഗിൾ എന്നുള്ള പേജിലോട്ട് ലോഡ്. ഇവിടെ എന്തും ടൈപ്പ് ചെയ്താൽ ഈ URL നമ്മൾ yahoo.com കൊടുക്കാം. ഏതാണ് URL കൊടുക്കുന്നത്? ഇപ്പൊ കറന്റ് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു ഫോൾഡർ ആണെങ്കിൽ ആ ഫോൾഡർ അവിടെ ഓപ്പൺ ആവും. അത് URL കറക്റ്റ് ആയാൽ മതി. ആ URL കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടും. ഇപ്പൊ ഫേസ്ബുക്കിൽ നമ്മളൊരു അക്കൗണ്ട് ആണെങ്കിലോ കിട്ടും, ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ട്രാൻസ്മിറ്റ് പോകാൻ പറ്റും. നോക്കാം, റൺ ചെയ്ത് നോക്കാം. റീഫ്രഷ് ഡോട്ട് PHP ക്ലിക്ക് ചെയ്യാം. യു വിൽ ബി റീഡയറക്ട് ടു ഗൂഗിൾ ഇൻ 5 സെക്കൻഡ്സ് 2 3 4 5. കണ്ടോ, അവിടെ കറങ്ങണ്ടില്ലേ? ആ കറക്റ്റ് 5 സെക്കൻഡ്സ് കഴിഞ്ഞാൽ പോകും. ഇനി 10 സെക്കൻഡ്സ് കൊടുത്താൽ 10 സെക്കൻഡ്സ് കഴിഞ്ഞ് പോകും. നോക്കാം, നമുക്കിവിടെ ഗൂഗിളിന് പകരം yahoo.com കൊടുക്കാം. yahoo.com സേവ് ചെയ്തു. ഇനി റൺ ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റീഫ്രഷ് ഡോട്ട് PHP യു വിൽ ബി റീഡയറക്ട് ടു യാഹൂ പേജ് ഇൻ 10 സെക്കൻഡ്സ് 5 6 7 8 9 10. ഇവിടെ കറങ്ങനെ കാണാൻ പറ്റും. 10 സെക്കൻഡ്സ് കഴിഞ്ഞാൽ കണ്ടോ യാഹൂന്റെ പേജിലോട്ട് ലോഡ് ചെയ്ത് വന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കണ്ടന്റ് ടൈപ്പ്. ഹെഡർ കണ്ടന്റ് ടൈപ്പ്. We can set the type of the content as text HTML, text PDF, text plain. ഈ 3 രീതിയിൽ നമുക്ക് ടെക്സ്റ്റുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വെബ് പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് നോർമലി നമുക്ക് കാണാൻ പറ്റും. ബൈ ഡീഫോൾട്ട് ടെക്സ്റ്റ് HTML ആണ്. HTML ഫോർമാറ്റിലാണ് കാണാൻ കഴിയുക. HTML ന്റെ ഫോണ്ടും സ്റ്റൈലും സെറ്റിംഗ്സും സൈസും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമാറ്റും അപ്ലൈ ചെയ്യാത്ത ടെക്സ്റ്റ് ആണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയാം. അപ്പൊ പ്ലെയിൻ ടെക്സ്റ്റ് രൂപത്തിൽ ഈ ഡോട്ട് മാട്രിക്സ് പ്രിന്ററിലൊക്കെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബേസിക് ടെക്സ്റ്റുകൾ അതാണ്. പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഡോട്ട് മാട്രിക് പ്രിന്ററിലാണെങ്കിൽ അതിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു, വേറെ ഫോണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡോട്ട് മാട്രിക്സ് പ്രിന്ററിൽ പൊതുവെ ഉണ്ടായിരുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് വർക്ക് ചെയ്യാം. ഒരു ഫോർമാറ്റും അപ്ലൈ ചെയ്യാത്ത ടെക്സ്റ്റ് ആണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയാം. ദെൻ PDF ഫോണ്ട് നമ്മൾ കണ്ടെന്ന് അറിയുന്നത് PDF എന്ന് മനസ്സിലാവും അല്ലേ? കാരണം അങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് ആണ് PDF അങ്ങനെ ഒരു കണ്ടന്റ് ആണ് PDF ഫോണ്ട് സെറ്റ് ചെയ്തില്ല. അപ്പൊ ഈ 3 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം? ഫോണ്ട് അറേഞ്ച് ചെയ്യാം. നമുക്ക് പ്രോഗ്രാം നോക്കാം. ഓക്കെ, PHP ഹെഡർ കണ്ടന്റ് ടൈപ്പ് കോളൻ ടെക്സ്റ്റ് ബാർ HTML. ഫസ്റ്റ് നമ്മൾ HTML കണ്ടന്റ് കാണാൻ പോകുന്നു. ഓക്കെ, HTML കണ്ടന്റ് ടൈപ്പ് ഹെഡർ. ഈ ഒരു ടെക്സ്റ്റ് കുറെ ടെക്സ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കണ്ടന്റ് ഈ ഒരു ഫോണ്ട് ആണ് ഉണ്ടോ, ഒരുപാട് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റുകളാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ എക്വലി പ്രിന്റ് ചെയ്യാൻ പോകുന്ന ഒരു പാരഗ്രാഫ്, ഈ ഒരു കംപ്ലീറ്റ് പാരഗ്രാഫിന്റെ ടെക്സ്റ്റ് HTML ഫോർമാറ്റിൽ കാണിക്കണം. അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. കണ്ടന്റ് ടൈപ്പ് ഡോട്ട് PHP കണ്ടോ, ഇതാണ് സാധാരണ നമ്മൾ കാണുന്ന HTML പേജിലുള്ള കണ്ടന്റ് ടെക്സ്റ്റ്. ഈ രൂപത്തിലാണ് കാണുക. ഞാനവിടെ ജസ്റ്റ് പ്രിന്റ് ചെയ്യും, ചെക്ക് കൊടുത്താണ് ഒരു ടെക്സ്റ്റ് എഴുതിയെന്ന് മാത്രം. ഈ ടെക്സ്റ്റിന്റെ ഫോണ്ടും അതുപോലെ സെറ്റിംഗ്സും ടൈമൊക്കെ ഈ രൂപത്തിൽ ഇങ്ങനെ ഈ ഒരു ഫോണ്ട് സ്റ്റൈലിലായിരിക്കും നമ്മൾ സാധാരണ എവിടെ കാണും? HTML പേജിൽ കാണും ഡീഫോൾട്ട് ആയിട്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് ടാഗ് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യിപ്പിക്കാം, സൈസ് മാറ്റാമൊക്കെ ചെയ്യാം. പക്ഷെ ബൈ ഡീഫോൾട്ട് ഈ രൂപത്തിലാണ് കാണാം. ഇനി നമുക്ക് കോഡും ചേഞ്ച് ചെയ്യാം. ഇവിടെ HTML പകരം നമുക്ക് PDF എന്ന് കൊടുത്തു വെക്കാം. ഇനി നമുക്ക് ഈ കോഡും ചേഞ്ച് നോക്കാം. ഈ HTML പകരം നമുക്ക് അവിടെ പ്ലെയിൻ കൊടുക്കാം, പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ, അപ്പൊ പ്ലെയിൻ ടെക്സ്റ്റിന്റെ ഒരു ഫോർമാറ്റും അപ്ലൈ ചെയ്യാത്ത ടെക്സ്റ്റുകളാണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയാം. അത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടന്റ് ടൈപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഫോണ്ട് സൈസ് ഈ ഫോണ്ടാണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓരോ ലെറ്റർ കണ്ടാറ് ഒന്നും ടെക്സ്റ്റ് ഇല്ല. ഇതുപോലെ ആയിരിക്കും നമ്മൾ സാധാരണ ഈ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുക ഡോട്ട് മാട്രിക്സ് പ്രിന്ററിലൊക്കെ. ഓക്കെ, ഈ ഒരു ഫോണ്ടിലാണ് കിട്ടുക പ്ലെയിൻ ടെക്സ്റ്റ്. നെക്സ്റ്റ് നമ്മൾ PDF കൊടുക്കുക. PDF ഫോർമാറ്റിക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇപ്പോൾ PDF ഫോർം ഒരു ഡോക്യുമെന്റ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും PDF ആണ് മനസ്സിലാവും. കാരണം അതിന്റെ ഒരു ഫോണ്ട് സ്റ്റാൻഡേർഡ് ആണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് PDF ടെക്സ്റ്റ്. നമുക്ക് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടന്റ് ടൈപ്പ് ഡോട്ട് PHP കണ്ടോ, PHP ഫോണ്ടിൽ PDF കണ്ടോ, PDF ഫോണ്ടിൽ വന്നത്. അപ്പൊ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ടെക്സ്റ്റുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? ടെക്സ്റ്റ് ബാർ HTML, ടെക്സ്റ്റ് ബാർ PDF, ടെക്സ്റ്റ് ബാർ പ്ലെയിൻ. ഈ 3 രീതി നമുക്ക് അറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് ഹെഡർ കണ്ടന്റ് ഡിസ്പോസിഷൻ. To download a PDF file from a page to make the web browser display the save dialog box. നമുക്കൊരു കണ്ടന്റ് ഡൗൺലോഡ് ചെയ്യാതിരിക്കാം. ഇപ്പൊ ഫിലിമൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറില്ല. ഡൗൺലോഡ് ചെയ്യാൻ ഒരു ഐക്കണോ അല്ലെങ്കിൽ ഒരു ലിങ്ക് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജ് ഡൗൺലോഡ്. ബ്രൗസർ ക്രോം ഒക്കെ ആണെങ്കിൽ ക്രോമിന്റെ ഈ താഴെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ ഉണ്ട്, അതെ, ലെഫ്റ്റ് സൈഡിൽ താഴെ അതിന്റെ ഒരു ഡൗൺലോഡ് ചെയ്യുന്ന ഒരു കറങ്ങിക്കൊണ്ടിരിക്കും. ഇത്ര MB ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് കാണിക്കുകയും ചെയ്യും. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയ മെസ്സേജ് വരും. അപ്പോൾ ചില ബ്രൗസറിലെങ്കിലും ഓട്ടോ ഡൗൺലോഡ് ഓഫ് ആക്കി ഉണ്ടാവും. അപ്പോൾ അവിടെ സേവ് ചെയ്യാൻ ഓപ്ഷൻ ചോദിക്കും. സേവ് ചെയ്യണോ അതല്ല ഡിസ്കാർഡ് ചെയ്യണോ മെസ്സേജ് ചോദിക്കും. അത് ഞാൻ ഇവിടെ സേവ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വരാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഡൗൺലോഡ് ആയി വരും. നോക്കാം അങ്ങനെ പേജ് ഡൗൺലോഡ് ആവുണ്ടോ നോക്കാം. അപ്പോൾ ആ പേജിലുള്ള കണ്ടന്റ് നമുക്ക് ഡൗൺലോഡ് ആയി കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടന്റ് ഡിസ്പോസിഷൻ ഹെഡ് അല്ലെ, ഈ പേജിന്റെ അകത്താണ് കണ്ടന്റ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ബോഡി ടാഗിനകത്താണ് ഹെഡർ കൊടുക്കുന്നത്. ഇവിടെ ഏത് ബോഡി ടാഗ് ആണ് ആ ബോഡി ടാഗിന്റെ അകത്താണ് കൊടുക്കുന്നത്. കാരണം ഇത് റൺ ചെയ്തതിനു ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട്. സോ കണ്ടന്റ് ഡിസ്പോസിഷൻ അറ്റാച്ച്മെന്റ്, ഇത് കണ്ടന്റ് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിന്റെ ഫയൽ നെയിം കൊടുക്കുന്നത് എന്താണ്? ക്ലൗഡ് അപ്രോച്ച് ഡോട്ട് PDF. ഒരു PDF ഫയലാണ്, അതിന്റെ നെയിം ക്ലൗഡ് അപ്രോച്ച് ഡോട്ട് PDF എന്നാണ്. അപ്പൊ ഇത് സേവ് ചെയ്ത ലൊക്കേഷനിൽ ഈ ഒരു പേജ് ഉണ്ടായിരിക്കണം. ഈ കറന്റ് വെബ് പേജിൽ ലോഡ് ചെയ്യുന്ന കണ്ടന്റ് ഡിസ്പോസിഷൻ ഡോട്ട് PHP അത് ഏത് ഫോൾഡറിലാണോ ആ ഫോൾഡറിൽ തന്നെ കണ്ടന്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. എവിടെയുള്ളത് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിലുണ്ട്. അപ്പൊ അവിടെ ഈ ക്ലൗഡ് അപ്രോച്ച് ഡോട്ട് PDF ഫയൽ ഉണ്ടാവണം. നമുക്ക് നോക്കാം അവിടെ ഫോൾഡറിൽ ആ ഫയൽ ഉണ്ടോ നോക്കാം. ഓക്കെ, സെയിം ഫോൾഡർ ഇവിടെ കണ്ടന്റ് ഡിസ്പോസിഷൻ എന്ന ഫോൾഡർ ഉണ്ട്, ഫയൽ ഉണ്ട്. ഈ ഫയലിലുള്ള ഭാഗത്ത് നിന്ന് എന്തുള്ളത്? ക്ലൗഡ് അപ്രോച്ച് എന്ന PDF എന്നാണ് ഫയൽ ഉള്ളത്. അതല്ലെങ്കിൽ എന്ത് വേണം? അത് എവിടെയാണോ ഉള്ളത് അതിന്റെ URL ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എവിടെയാണുള്ളത് അതിന്റെ URL അഡ്രസ് കൊടുത്താൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക് റിട്രീവ് ചെയ്ത് കിട്ടും. ഇപ്പൊ ഇന്റർനെറ്റ് എന്നാണെങ്കിലും ആ നെറ്റ് അഡ്രസ് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഒരു അഡ്രസ് ഉണ്ടാവില്ല URL, ആ URL ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആയി കിട്ടും. ദ ഫയൽ അപ്രോച്ച് ഫയൽ ആർ ഡൗൺലോഡിംഗ് മെസ്സേജും കാണാൻ പറ്റും. നോക്കാം, റൺ ചെയ്ത് നോക്കാം. കണ്ടന്റ് ഡിസ്പോസിഷൻ ഡോട്ട് PHP ഉണ്ടോ, ഡൗൺലോഡ് ആയി ഇവിടെ ഉണ്ടോ, ക്ലൗഡ് അപ്രോച്ച് PDF. അത് നമ്മൾ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷോ യുവർ ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത കണ്ടന്റ് കാണാൻ പറ്റും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കിയേ, കണ്ടന്റ് ഡിസ്പോസിഷൻ ഉണ്ടോ, വീണ്ടും ഡൗൺലോഡ് ആയി. ആ കണ്ടന്റ് അപ്പോൾ ഡൗൺലോഡ് ആയി കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഹെഡർ ക്യാഷ് കൺട്രോൾ. ബൈ ഡിഫോൾട്ട് ഓൾ പേജസ് ആർ ക്യാഷ്ഡ്. എല്ലാ പേജും ബൈ ഡിഫോൾട്ട് ക്യാഷ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ക്യാഷ് ചെയ്യുന്നത്? നമ്മളൊരു വെബ് പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ സ്മോൾ പിക്ചേഴ്സ്, അതുപോലെ ടെക്സ്റ്റുകൾ, ചെറിയ അനിമേഷൻസും GIF അനിമേറ്റർ ആയിട്ടുള്ള ഫയൽസ് ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം ബൈ ഡിഫോൾട്ട് ആ ലോക്കൽ മെഷീനിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് ക്യാഷ്ഡ്. കാരണം ഈ രണ്ടാമത് ഇനി ഒരു ഓപ്പറേറ്റർ ആ പേജിൽ ലോഡ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ യൂസർക്ക് വളരെ ഇന്ററാക്ഷൻ ആയി വളരെ പെട്ടെന്ന് ലോഡ് ചെയ്ത് വന്നു. ആക്ച്വലി ലോഡ് ചെയ്ത് വരുന്ന വളരെ ഫാസ്റ്റ് വരാൻ കാരണം അത് ഓൾറെഡി നമ്മുടെ മെഷീനിൽ ആ ചെറിയ ഫയൽസ് ഒക്കെ ക്യാഷ് ചെയ്തു. നമ്മൾ ക്യാഷ് മെമ്മറി ക്ലീൻ ചെയ്യാന്നൊക്കെ പറയാറില്ലേ? ഓക്കെ, ക്ലിയർ ക്യാഷ് കൊടുക്കാറുണ്ട് ഫോണിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കൺസെപ്റ്റ് ആ ഒരു പെട്ടെന്ന് ലോഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ഡസ് നോട്ട് ഗെറ്റ് ക്യാഷ്ഡ് നോ ക്യാഷ് ഈസ് യൂസ്ഡ്. ഇപ്പൊ ബൈ ഡിഫോൾട്ട് എല്ലാ പേജും ക്യാഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജ് ക്യാഷ് ചെയ്യേണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ നോ ക്യാഷിന്റെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് കൊടുത്താണ്. ഓക്കെ, ഇഫ് ഡസ് നോട്ട് ഗെറ്റ് ക്യാഷ്, നമ്മൾ കറന്റ് വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജ് ക്യാഷ് ആരും ക്യാഷ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ ആകുമ്പോൾ ക്യാഷ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നോ ക്യാഷിന്റെ ടാഗ് കൊടുക്കണം. ബൈ ഡിഫോൾട്ട് എല്ലാ പേജും ക്യാഷ്ഡ് ആണ്. ക്യാഷ് കൺട്രോൾ കണ്ടോ, ഇതൊരു വെബ് പേജിനകത്താണ് ഇതും ചെയ്യുക. കാരണം ബോഡി ടാഗ് അല്ലേ, ബോഡി ടാഗിനകത്താണുള്ള കണ്ടന്റ് ആണ് ക്യാഷ് ചെയ്യേണ്ടത്. സോ ഹെഡർ ക്യാഷ് കൺട്രോൾ നോ ക്യാഷ് മസ്റ്റ് റീവാലിഡേറ്റ്. നമ്മളൊരു പേജ് എപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡാറ്റ വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു തവണ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും റീവാലിഡേറ്റ് ചെയ്യണം. ഈ ഒരു നോ ക്യാഷ് ആണല്ലോ കണ്ടന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ പേജ് നോട്ട് ക്യാഷ് എന്ന മെസ്സേജ് അവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഹലോ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ക്യാഷ് കൺട്രോൾ വർക്ക് ചെയ്യിക്കുക. ബൈ ഡിഫോൾട്ട് എല്ലാ പേജും ക്യാഷ്ഡ് ആണ്. ഈ പേജ് ക്യാഷ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. നോക്കാം, ക്യാഷ് കൺട്രോൾ ഡോട്ട് PHP ദിസ് പേജ് നോട്ട് ക്യാഷ്ഡ് ഹലോ. ജസ്റ്റ് ആ മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നത് മാത്രം, കാരണം വേറെ ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല കണ്ടന്റ്. ഈ ഒരു പേജ് ക്യാഷ് ആയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ക്യാഷ് ചെയ്തുകൊണ്ട് ഗുണമുള്ളൂ.
അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് നെറ്റ് ഡൗൺലോഡ് ചെയ്ത് വരുന്നത് മാത്രം. ടെക്സ്റ്റുകൾ മാത്രമൊക്കെ ക്യാഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇമേജോ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തമ്പനയിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു ഓട്ടോമാറ്റിക് ക്യാഷ് ചെയ്ത് വെക്കും. അപ്പൊ ഈ ഒരു പേജ് ഒരിക്കലും ക്യാഷ് ചെയ്യാൻ പറ്റില്ല, ക്യാഷ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ, നോ ക്യാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ പേജ് ക്യാഷ് ചെയ്യപ്പെടില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഹെഡർ എക്സ്പയേഴ്സ്. We can set the validity of date for when the page cache is to expire. ഇപ്പൊ കറണ്ട് ഒരു പേജ് ക്യാഷ് ചെയ്തിട്ട് വിചാരിക്കുക, ബൈ ഡിഫോൾട്ട് എല്ലാ പേജും ക്യാഷ്ഡ് ആണല്ലോ. അപ്പൊ ഒരു സെപ്പറേറ്റ് ഡേറ്റ് കൊടുക്കുക, ഒരു കറണ്ട് ഒരു ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഡേറ്റ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആ പേജ് എന്ത് ചെയ്യും, എക്സ്പയർ ചെയ്യും, എന്നാൽ ക്യാഷ് എക്സ്പയർ ചെയ്യും. അപ്പൊ അതുവരെയുള്ള കണ്ടന്റ് നമ്മൾ സേവ് വെച്ചിട്ടുണ്ടാവും, പിന്നീട് നമ്മൾ ലോഡ് ചെയ്ത സമയത്ത് ആ ക്യാഷിന്റെ ഡാറ്റ പിക്ക് ചെയ്യാൻ കഴിയില്ല. ആ ഒരു കണ്ടന്റ് ആണ് പറഞ്ഞത് എക്സ്പയേഴ്സ് എന്ന് പറഞ്ഞത്. പേജ് ഡിഫോൾട്ട് ക്യാഷ്ഡ് ആണ് ആ പേജ്, പക്ഷെ ഒരു പ്രത്യേക ടൈം ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ, ആ ടൈം എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ സേവ് ചെയ്ത കണ്ടന്റ് എല്ലാം ക്ലിയർ ചെയ്ത് പോകും. ആ ഒരു കണ്ടന്റ് ആണ് പേജ് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ കൊണ്ട്, എക്സ്പയർ എന്ന ഓപ്ഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. നോക്കാം. ഓക്കെ, എക്സ്പയേഴ്സ് ഇത് പേജിന്റെ അകത്തല്ല, ഹെഡറിന്റെ അകത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നോക്കിയ പ്രോഗ്രാം നോക്കിയേ, ഹെഡർ എക്സ്പയേഴ്സ് സാറ്റർഡേ 8 August 2020 ടൈം. ഒരു ടൈമും ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പാസ്റ്റ് ഡേറ്റ, ഒരു മുമ്പ് കഴിഞ്ഞു പോയ ഡേറ്റ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ആ പേജ് ലോഡ് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുക, ആ പേജ് ക്യാഷ് ചെയ്യപ്പെടില്ല. ഓക്കെ, ഇത് ശരിക്കും മാറ്റിയിട്ട് ഇവിടെ ഡേറ്റ് കൊടുക്കുക, നാളെയോ മറ്റന്നാളത്തെയോ ഡേറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ പേജ് ഇന്ന് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ക്യാഷ് ചെയ്യപ്പെടും, നാളെ ലോഡ് ചെയ്യുമ്പോൾ ക്യാഷ് ചെയ്യപ്പെടും, മറ്റന്നാളെ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ഈ പേജ് ക്യാഷ് ചെയ്യപ്പെടില്ല. കാരണം എന്താ, അതോടുകൂടെ മറ്റന്നാൾ കഴിഞ്ഞാൽ ഈ ഒരു ടൈം, ഈ ഒരു ഡേറ്റും ടൈം എന്തായിരിക്കും ഉണ്ടാവും, എക്സ്പയറി ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഡേറ്റ് നമ്മൾ അതിന് കൊടുക്കുക, 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ഈ ഒരു പേജ് ക്യാഷ് ചെയ്യപ്പെടില്ല. അപ്പോൾ രണ്ടാമത് വീണ്ടും എൻട്രി ചെയ്യേണ്ടി വരും. ഓക്കെ, ഡാറ്റ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ എല്ലാം ക്യാഷിൽ നിന്ന് പോയിട്ടുണ്ടാവും, ഓൾറെഡി ബ്രൗസ് ചെയ്ത ഡാറ്റ എല്ലാം ക്യാഷിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഓക്കെ, അത് ആ കൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ കറന്റ് ഡേറ്റിന്റെ ദിവസം ഒരു പ്രീവിയസ് ഡേറ്റ് കൊടുത്ത് വിചാരിക്കുക, കറന്റ് ഡേറ്റിന്റെ പ്രീവിയസ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേജ് ഒരിക്കലും ക്യാഷ് ചെയ്യപ്പെടില്ല. അതാണ് ഈ കണ്ടെടുത്തത്, ദിസ് പേജ് നെവർ ക്യാഷ് എന്ന് പറഞ്ഞത്. ഇത് പ്രീവിയസ് ഡേറ്റ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കറന്റ് പേജ് ഒരിക്കലും, ഈ ഒരു കറന്റ് പേജ്, ഈ ഒരു വെബ് പേജ് ഒരിക്കലും ക്യാഷ് ചെയ്യപ്പെടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ എന്നാണ് ഇത് പേജ് ഡെവലപ്പ് ചെയ്തത്, ആ പേജിന് ശേഷം നമുക്ക് ഇവിടെ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ സ്റ്റാറ്റിക് ആണ് ഡേറ്റ്. ഇത് ഡൈനാമിക് ആക്കി കൊടുക്കാം, കാരണം കറന്റ് ഡേറ്റ് കഴിഞ്ഞ ശേഷം ഇത്ര ടൈം എക്സ്റ്റെൻഡ് ചെയ്യാം, സെക്കൻഡ്സ് കൊടുക്കാനേ കഴിയുള്ളൂ. അത്ര സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അത് എക്സ്പയർ ചെയ്യാം. അപ്പൊ ഒരു 4 seconds കൊടുത്താൽ ഈ ഒരു പേജ് ലോഡ് ചെയ്ത് 4 seconds കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ പേജ് ക്യാഷ് ചെയ്യാതെ, ക്യാഷ് ചെയ്യുന്ന കണ്ടന്റ് ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, ആ ഒരു കണ്ടന്റ് ആണ് പിന്നെ എക്സ്പയർ എന്ന് പറഞ്ഞ കണ്ടന്റ് വരുന്നത്. ഈ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്ത് നോക്കാം. expires.php ദിസ് പേജ് നെവർ ക്യാഷ്ഡ്. ഹലോ, ഇത് ഇത്ര നമുക്ക് കാണാൻ അത്ര ഉണ്ടാവുള്ളൂ, ഇത് ബാക്ക് എൻഡ് നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മുടെ ഈ ഒരു വെബ് പേജിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റ കംപ്ലീറ്റ് റൺ ചെയ്യുമ്പോൾ പേജുകൾ, അത് വീഡിയോ അല്ലെങ്കിൽ തമ്പനെയിൽസും ഇമേജസും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഈ ഡെസ്ക്ടോപ്പിൽ ഈ ഒരു ഫയലിൽ സേവ് ചെയ്ത് വെക്കും, ഈ ഒരു മെഷീനിൽ. പിന്നീട് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ വരുമ്പോൾ അവിടെ നിന്നാണ് ഡാറ്റ ആദ്യം പിക്ക് ചെയ്യുക, എന്നിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്ത് വരും. അതാണ് ക്യാഷ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ക്യാഷ് ചെയ്യുന്ന, ലോക്കലി സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കണ്ടന്റുകൾ എക്സ്പയർ ചെയ്യും. ആ എക്സ്പയർ ചെയ്യുന്ന കണ്ടന്റ് ആണ് ഇവർ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിച്ച 6 കാര്യങ്ങളാണ് ഹെഡേഴ്സിന്റെ ഫംഗ്ഷൻ, ലൊക്കേഷൻ, റീഫ്രഷ്, കണ്ടന്റ് ടൈപ്പ്. നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.